പൂരങ്ങളുടെ നാട്ടിൽ കലാപൂരത്തിന്റെ മാമാങ്കമാണ് കുറച്ചു ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പലവിധ ജില്ലകളിൽ നിന്ന് പലതരത്തിലുള്ള ആളുകളാണ് ഓരോ നിമിഷവും തൃശ്ശൂരിന്റെ തട്ടകത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ വരുന്നവരോടെല്ലാം ഇന്ന് ടീം മീഡിയയ്ക്ക് ചോദിക്കാൻ ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട്, കലോത്സവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളാണ് ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത്. എത്ര പേര് ചോദ്യത്തിന് ഉത്തരം പറയുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എങ്കിൽ വായോ. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. എന്റെ പേര് അതുല്യ. സമൃദ്ധ. നീയ. എവിടുന്ന് വരുന്നത്? ഏഴെങ്കില്. സ്കൂളിൽ നിന്ന് വരാണോ? ഒരു ചെറിയ ചോദ്യം കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട്. കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ കപ്പടിച്ച ജില്ല ഏതായിരുന്നു? തൃശ്ശൂര്. ഉറപ്പാണോ? ഉറപ്പാണോ? വേറെ ഒബ്ജക്ഷൻ ഒന്നുമില്ല? അപ്പൊ കറക്റ്റ് ഉത്തരാണ്. അപ്പൊ ടീം മീഡിയ നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഇവർക്ക് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. പിന്നെ കൂടെ ഒരു കലണ്ടർ, പുതുവർഷം ആയതുകൊണ്ട് ഒരു കലണ്ടർ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഇന്ന് നമ്മുടെ ടീം മീഡിയയുടെ ചോദ്യോത്തര വേളയിൽ 2 പോലീസ് ഓഫീസേഴ്സിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. സാറിന്റെ പേര്? വിവേക്. അപ്പോൾ ഞാൻ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് ഉത്തരം കറക്റ്റ് 3 എണ്ണത്തിൽ 2 എണ്ണത്തിന് കറക്റ്റ് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം മീഡിയ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് പ്രൈസ് വരുന്നത്. ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ കപ്പെടുത്തിട്ടുള്ളത് ഏത് ജില്ലയാണ് കലോത്സവത്തിന്? കോഴിക്കോട്. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി 2 ചോദ്യത്തിൽ കറക്റ്റ് ആക്കിയാൽ മതി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കലോത്സവം ആദ്യമായിട്ട് നടന്നത് ഏത് വർഷമായിരുന്നു? 56. ഈ ഒന്നുകൂടി ആലോചിക്കുന്നോ? ആദ്യമായി കലോത്സവം നടന്നത് ഏത് വർഷമായിരുന്നു? 56ന്റെ അടുത്ത് തന്നെയാണ്. കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചാൽ 57 കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, എല്ലാ തവണയും നമ്മൾ കലോത്സവത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു സ്വർണ്ണ കപ്പാണ്. അത് എത്ര പവനുണ്ടെന്ന് അറിയോ? 108 പവൻ. അല്ല, അറിയില്ല. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാ. അല്ല, കുറച്ച് കൂടുതലാ. ഒരു ക്ലൂ തരാം, ഒരു 100 പവനിൽ കൂടുതലുണ്ട്. 120. അല്ല, 104 അല്ല, അറിയില്ല. 117.5 പവനാണ് ആ സ്വർണ്ണക്കപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച 3 ചോദ്യത്തിൽ 2 എണ്ണത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വക, ടീം മീഡിയയുടെ വക, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് സമ്മാനം. അപ്പോൾ 2 പേരും കൂടി ഒന്ന്, പുതുവർഷം തുടങ്ങിയ ആയതുകൊണ്ട്, ആദ്യത്തെ മാസം ആയതുകൊണ്ട് ഒരു കലണ്ടർ സമ്മാനം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇപ്പൊ കലോത്സവം നമ്മുടെ തൃശ്ശൂരിന്റെ മണ്ണിൽ വന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? സൂപ്പർ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് എത്രാമത്തെ തവണ നമ്മുടെ തൃശ്ശൂരില് തൃശ്ശൂരിൽ വരുന്നത് എത്രാമത്തെ തവണയോ? 8ാമത്തെ തവണ. ഉറപ്പാണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച. 8 വർഷത്തിന് ശേഷമാണ് 8 വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എത്രാമത്തെ വർഷം? 9ാമത്തെ വർഷം. അമ്പോ കറക്റ്റ്. ശരിയാണ്, വളരെ ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഈ പ്രാവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യവും സ്വർണ്ണക്കപ്പാണ് സമ്മാനം കൊടുക്കണത്, അറിയോ? ഇത്ര പവനുണ്ടെന്ന് അറിയോ? സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ? 101 അല്ലേ? 101ആണോ? 101നേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ട്. 110 അല്ല, അതിലും കുറച്ച് കൂടുതൽ. 125. അത്രയില്ല. 120. അത്രയും ഇല്ല. 15നേക്കാളും കുറച്ചും കൂടി. 117 പവൻ. ആർക്ക് കിട്ടും? അത് നിർണയ ഘട്ടത്തിലേ പറയാൻ പറ്റുള്ളൂ. ആർക്ക് കിട്ടും എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. ആർക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം? തൃശ്ശൂർക്കാർക്ക് കിട്ടണമെന്ന് നിർബന്ധമുണ്ട്. കിട്ടിയ ഉപകാരമായി. അപ്പൊ നമ്മള് ചോദിച്ച എല്ലാ ചോദ്യത്തിനും കറക്റ്റ് ഉത്തരാണല്ലോ. സമ്മാനം തരട്ടെ? ടീം മീഡിയ എന്ന് പറയുന്ന ചാനല് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കണേ. തരട്ടെ? ഇതാണ് ടീം മീഡിയയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. തുറന്നു നോക്കണം. പുതിയ വർഷല്ലേ, കലണ്ടർ ഒക്കെ ഉണ്ട് വീട്ടില്. അപ്പോ കലണ്ടറും സമ്മാനമായിട്ട്. അപ്പൊ നിങ്ങൾ ഇത്ര പേരുള്ളത് കൊണ്ട് ഒരു ഗിഫ്റ്റും കൂടി തരാം. നിങ്ങൾ പങ്കിട്ടെടുക്കില്ലേ? അപ്പൊ വീട്ടിൽ കൊണ്ടുപോയി ഇടാം. ഓക്കെ. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഈ ചോദ്യോത്തര വേളയിൽ മീഡിയ വണിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. വിപിൻ ജെയിംസ് ക്യാമറയാണ്. അതെ. ശശി പി എസ് ഡ്രൈവർ. നടരാജ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ കലാപ്രതിഭാ പട്ടം ആദ്യം കലോത്സവത്തിന് ലഭിക്കുന്ന ഒരു നടനാണ്. ഏതാ നടൻ എന്നറിയോ? വിനീതാണോ? കറക്റ്റ് ആണല്ലോ. 3 ചോദ്യം ചോദിക്കും, അതിൽ 2 എണ്ണെങ്കിലും ശരിയാക്കി പറയണം. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ യുവജനോത്സവം എന്നായിരുന്നു നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യത്തെ പേര്. പിന്നീട് അത് എപ്പോഴാണ് കേരള സ്കൂൾ കലോത്സവമായി മാറിയത്?
മാറിയത് 2009. കറക്റ്റ് ഉത്തരം. ഇനി ഒരു ചോദ്യം കൂടി, നിങ്ങൾ ഫുൾ പവറിലാണല്ലോ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആദ്യമായി കലോത്സവം നടന്നത് ഏത് വർഷമാണ്? 1960 അല്ലല്ല, ക്ലൂ തരാം, ഓപ്ഷൻസ് തരാം. 1950, 1957, 1954. 57. ഉറപ്പാണോ? കൺഫേം? അതാ ഉത്തരം കറക്റ്റ് ആണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടീം മീഡിയയുടെ കലോത്സവ ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് വിന്നർ ആയിരിക്കുന്നത് നമ്മുടെ മീഡിയ വൺ ചാനലിന്റെ ടീം മെമ്പേഴ്സ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മുടെ ടീം മീഡിയ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണിത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇത്തവണത്തെ 64ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദിയിലെ ഒരു മിന്നും താരത്തെയാണ് നമ്മുടെ കൂടെ കിട്ടിയിട്ടുള്ളത്. പെർഫോമൻസ് അപ്പൊ ഞങ്ങളുടെ ടീം മീഡിയക്ക് വേണ്ടി ഒരു പെർഫോമൻസ് ചെയ്യാമോ? എനിക്കറിയാവുന്നില്ല ബെഷ്മോളൂ, നീ എന്നിട്ട് വരില്ല മുജിസുരോ സാറാ മേരി കുര്യൻ, ഓൾ ദി ബെസ്റ്റ്. ഇയാള് ഹിറ്റ് അയക്കുന്നത് നമ്മുടെ നസ്ലിന്റെ സൗണ്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ഇതിലാണ് എല്ലാവരും ആക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി. ഏത് പണ്ടാറുള്ളവൻ കേറി വന്നപ്പോ ഒരു പഞ്ചിടയിൽ നോക്കും, എനിക്കാണെങ്കിൽ പൊളിച്ചിട്ട് പിഴേറ്റ ആവശ്യമായി പോയി. അപ്പൊ ഞങ്ങളുടെ ടീം മീഡിയ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും കലോത്സവവുമായി ബന്ധപ്പെട്ട്. ഒരു 3 ചോദ്യങ്ങൾ, അതിൽ 2 ചോദ്യത്തിന് ഉത്തരം പറയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ടീം മീഡിയ നൽകുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, കഴിഞ്ഞ തവണത്തെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ കപ്പെടുത്ത ജില്ല ഏതായിരുന്നു? തൃശ്ശൂർ. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, എല്ലാ തവണയും നമ്മൾ സ്വർണ്ണക്കപ്പാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത് വിജയികൾക്ക്. അപ്പൊ അത് എത്ര പവൻ വരും? 25. കൂടുതലാ. ഞാൻ ഓപ്ഷൻസ് തരാം. 100 പവൻ, 117.5 പവൻ, 250 പവൻ. ലൈഫ് ലൈൻ ഉണ്ടോ? വേണോ ആരെങ്കിലും? ഓപ്ഷൻസ് തരാം. 100 പവൻ, 117.5 പവൻ, 200 പവൻ. 117. ഉറപ്പിക്കാമോ? ഓക്കെ, കറക്റ്റ് ഉത്തരാണ്. അപ്പൊ 2 ചോദ്യത്തിന് ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ചോദ്യത്തിന് ഉത്തരം പറയും. ഓക്കെ, കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ച ജില്ല അറിയോ? കോഴിക്കോടാണോ? എവിടുന്ന് വരുന്നത്? ഞാൻ കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ. തൃശ്ശൂർ തന്നെ. അപ്പൊ ടീമിന്റെ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണുള്ളത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി കലോത്സവ വേദിയിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് എത്തട്ടെ. ഓക്കെ. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. എന്താ പേര്? സഞ്ജയ്. ഏത് സ്കൂളിൽ നിന്ന് വരുന്നവരുണ്ട്? ഞാൻ വിഭവോദയം SL. മത്സരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുകാരനെ കാണാൻ വന്നതാ. അപ്പൊ ഇന്ന് ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാം കലോത്സവവുമായി ബന്ധപ്പെട്ട്. അതിൽ 3 ചോദ്യം ചോദിച്ചാൽ 2 ചോദ്യം കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം മീഡിയ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം കലോത്സവത്തിന് ഏത് ജില്ലയ്ക്കായിരുന്നു ഫസ്റ്റ് ടീം ചെയ്തത്? ഓക്കെ, കറക്റ്റ് ആണ്. ഈ വർഷം ആർക്ക് കിട്ടും? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ തന്നെ നോക്കും. നമ്മളെല്ലാ വർഷവും ഏത് ജില്ല വിജയിച്ചാലും എന്താണ് സമ്മാനം കൊടുക്കണേന്ന് അറിയാം? ആ, അത് എത്ര പവൻ വരും? അതാണ് അടുത്ത ചോദ്യം. എത്ര പവന്റെ ഗോൾഡൻ ട്രോഫിയാണ് കൊടുക്കുന്നത്? 101 ആണോ? അറിയോ? 10 എത്രയാ? 10 കിലോ ആണോ? 10 കിലോ ആണോ? 10 പവനാണോ? പവൻ. നൂടി ഒന്ന് ആലോചിച്ച് നോക്കുന്നോ? 10 കിലോ. 10 കിലോ അല്ല, 117.5 പവൻ സ്വർണ്ണാണ് അത്. അപ്പൊ ഒരു ചോദ്യം മിസ്സായി. പോട്ടെ, അടുത്ത ചോദ്യം നോക്കാം. തൃശ്ശൂരല്ലേ നിങ്ങൾ പഠിക്കുന്ന സ്കൂള്? ഇത് എത്രാമത്തെ തവണയാണ് തൃശ്ശൂര് മത്സരം നടക്കണേന്ന് അറിയോ? കലോത്സവം മെയിൻ വേദിയാവുന്നത് അറിയോ? 7ാമത്തെ. ഒരാള് കറക്റ്റ് പറഞ്ഞ സമ്മാനം ഉണ്ട് കേട്ടോ. 2 ചോദ്യം ശരിയാക്കണം. ലാസ്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് തരാം. ഒന്ന് ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 9. 8 ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. 9 ഉറപ്പിക്കാവോ?
അപ്പോൾ കറക്റ്റാണ്. 9ാമത്തെ തവണയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഒരു കലോത്സവം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 ചോദ്യത്തിന് 2 ചോദ്യത്തിന് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമ്മാനം വേണ്ടേ? അപ്പോൾ ടീം മീഡിയ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണിത്. ഒരു കലണ്ടറാണ്. പുതുവർഷം വീട്ടിൽ കലണ്ടർ മേടിച്ചോ? ഇതും വെക്കുക വീട്ടിൽ. ജനുവരി അല്ലേ, അപ്പോൾ കലോത്സവമൊക്കെ അടിച്ചു പൊളിക്കാം. ഓക്കെ. എൻ്റെ പേര് മിർസ ആൻഡർ. എവിടുന്ന് വരുന്നത്? ഞങ്ങൾ ഇവിടെ കോച്ചിങ്ങിന് പഠിക്കുക മാഡം ക്യൂർ. ഓക്കെ. അപ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം, ആദ്യമായി കലോത്സവം നടന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് തരാം. 1975, 1946, 1957. 1958 ഞാൻ ഓപ്ഷനിൽ പറഞ്ഞു. 57 46 കൺഫേം. 1957 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ കൊല്ലവും സംസ്ഥാന കലോത്സവത്തിന്റെ വിജയികൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അറിയോ? സ്വർണ്ണക്കപ്പാണ് കൊടുക്കുന്നത്. സ്വർണ്ണക്കപ്പ്. അത് എത്ര പവനുണ്ടെന്ന് അറിയാം, അതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് കൂടിയ പവന. 12 100 പവനിലും കൂടുതലുണ്ട്. ഈ കൂടുതൽ ക്ലൂ തരില്ല. 120 അത്രയും 100 100 ഇല്ല. അതിന്റെ ഒക്കെ ഒരു മിഡിൽ വരും. 105. ഓപ്ഷൻസ് തരാം. 110, 117, 120. 120 രണ്ടല്ല, 117 പവനാണ് കറക്റ്റ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും കൂടി കറക്റ്റ് ആക്കിയാലാണ് നിങ്ങൾക്ക് സമ്മാനം ഉള്ളത്. ഇത് എത്രാമത്തെ തവണയാണ് നമ്മുടെ തൃശ്ശൂരിൽ കേരള സംസ്ഥാന കലോത്സവം വരുന്നത്? ഓപ്ഷൻസ് ഓപ്ഷൻ വേണം. 5, 4, 9. 9 കറക്റ്റ്. അപ്പോൾ മീഡിയ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഓക്കെ. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. അങ്ങനെ ഇതാ നമ്മുടെ കലാപൂരം പൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ചോദ്യങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് പേരോട് ഈ കലോത്സവത്തെ കുറിച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു. പലരും ഉത്തരം പറഞ്ഞു, പലരും അറിയാത്തവരുണ്ട്, സമ്മാനങ്ങളും മേടിച്ചവരുണ്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസവും ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത ചോദ്യങ്ങളുമായി. നമ്മുടെ സമ്മാനങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് ആരൊക്കെ ഉത്തരം പറയുമെന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ ടീം മീഡിയയുടെ കൂടെ ഈ ചോദ്യോത്തര വേളയിൽ അതിഥികളായിട്ട് എത്തിക്കുന്നത് ചെറിയ കുട്ടി പോലീസുകാരാണ്. നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്റെ പേര് ആദിൽ, ജഗരൂപ്, സിദ്ധു, മാനവ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? കണ്ണാടി. അപ്പൊ ഇത് നമ്മുടെ കയ്യിലെ കലോത്സവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ 3 ചോദ്യങ്ങൾ ചേച്ചി ചോദിക്കാം. അതിൽ 2 എണ്ണത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീം മീഡിയ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്നത്. അപ്പൊ ചോദിക്കട്ടെ, കലോത്സവത്തിനൊക്കെ പോകാറുള്ളതല്ലേ? അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കലാപ്രതിഭാ പട്ടം അങ്ങനെ കേട്ടിട്ടുണ്ടോ? കലാതിലകം, കലാപ്രതിഭാ പട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കലാതിലകം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കാറില്ലേ? അപ്പോ ഏറ്റവും ആദ്യമായിട്ട് കലാപ്രതിഭാ പട്ടം കിട്ടിയത് ആർക്കാന്നറിയോ? ഒരു ക്ലൂ തരാം, അതൊരു സിനിമാ നടനാണ്. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് വേണം. ഫസ്റ്റ് ഓപ്ഷൻ മമ്മൂട്ടി, ഓപ്ഷൻ ബി ദിലീപ്, ഓപ്ഷൻ സി വിനീത്. വിനീത് ഉറപ്പിക്കാവോ? ദിലീപ് ഉറപ്പാ? മമ്മൂട്ടി. ഉത്തരം. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾ കറക്റ്റ് ആക്കി. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇത് എത്രാമത്തെ തവണയാണ് നമ്മുടെ തൃശ്ശൂര് കേരള സംസ്ഥാന കലോത്സവം വരുന്നതെന്ന് അറിയോ? 64 മൊത്തത്തില്. നമ്മുടെ തൃശ്ശൂര് നടക്കണത് എത്രാമത്തെ വട്ടം? രണ്ടല്ല, ചൂടി കൂടുതലുണ്ട്. അത്രേ അതിന്റെ ഒക്കെ അടുത്ത് വരും. 5 5 അല്ല, 8 അല്ല, 6 അല്ല, 9. ഓക്കെ, കറക്റ്റ് ആൻസർ. ഒരെണ്ണം കൂടി ശരിയാക്കണം കേട്ടോ. 2 എണ്ണം ശരിയാക്കി. അപ്പൊ നിങ്ങൾക്ക് സമ്മാനം ഉണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ തവണ ഈ കപ്പടിച്ചത് ഏത് ജില്ലയായിരുന്നു? കോഴിക്കോട് അല്ലേ? അതെ. അപ്പൊ സ്റ്റുഡന്റ് പോലീസ് അതിന്റെ മാനം കാത്തല്ലേ? അപ്പൊ ടീം മീഡിയ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. വീട്ടില് കലണ്ടറൊക്കെ മേടിച്ചോ?
കുറച്ചൊക്കെ കുറച്ചൊക്കെ നീ മേടിച്ചില്ലല്ലോ, നീ വെച്ചോ, പുതുവത്സരല്ലേ. അപ്പൊ കലോത്സവം അടിച്ചു പൊളിക്കാം. ഓക്കെ, സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ഇന്ന് ടീം മീഡിയയുടെ കൂടെ നമുക്ക് കുറച്ച് കൊച്ചു കൂട്ടുകാരെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാലോ അവരെ. എന്താ പേര്? അവന്തി, ശ്രീജിനി, വൈഗ. ഏത് സ്കൂളിൽ നിന്ന്? സേക്രഡ് ഹാർട്ട്. അപ്പൊ കലോത്സവത്തിന് മുന്നേ പോയിട്ടില്ലേ? കലോത്സവത്തെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? കലോത്സവത്തിന് എല്ലാ പ്രാവശ്യവും വിജയിക്കുന്ന ജില്ലക്ക് എന്ത് സമ്മാനം കൊടുക്കാന്നറിയോ? സ്വർണ്ണക്കപ്പ്. സ്വർണ്ണക്കപ്പ് കണ്ടോ വന്നത് ഇപ്രാവശ്യം വന്നത്? അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് അത് എത്ര പവൻ വരും എന്നാണ്, അറിയോ? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ 100 പവൻ, ഓപ്ഷൻ ബി 117 പവൻ, ഓപ്ഷൻ ബി 200 പവൻ. 200 പവൻ, 117 പവനാണ് കറക്റ്റ്. ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ച ജില്ല ഏതാണ്? കോഴിക്കോട്. കറക്റ്റ്. അപ്പൊ 2 ചോദ്യത്തിന് ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മിടുക്കി, ഒരു ചോദ്യം കൂടി അതിനോട് ഉത്തരം പറയാൻ നോക്കാം അല്ലെ? മോഹിനിയാട്ടൊക്കെ കണ്ടിട്ടില്ലേ കലോത്സവത്തിന് വന്നിട്ട്? മോഹിനിയാട്ടൊക്കെ എത്രാമത്തെ തവണയാണ് നമ്മുടെ കലോത്സവത്തിൽ ഒരു മത്സര വിഭാഗമായി ഉൾപ്പെടുത്തിയെന്നറിയോ? എപ്പോഴാണെന്നറിയോ? ഓപ്ഷൻ എ 1960, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1950. 1975 കറക്റ്റ് ആൻസർ. അപ്പൊ 3 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീം മീഡിയയുടെ വക ഒരു സമ്മാനം തരട്ടെ? ഇതാണ് നിങ്ങൾക്കുള്ള പ്രാവശ്യത്തെ സമ്മാനം. കലണ്ടറൊക്കെ മേടിച്ചോ? എന്നാലും ഇന്നും കൂടി വെക്കാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എന്താ പേര്? ജെനി, ധനശ്രീ, റിയ, ദേവിക. ഏത് സ്കൂളിൽ നിന്ന് വരുന്നത് നിങ്ങള്? NSS മുണ്ടത്തിക്കോട്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ആൻസർ പറയാം കേട്ടോ, കലോത്സവവുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ഈ കലോത്സവത്തിന്റെ ആദ്യത്തെ പേര് യുവജനോത്സവം എന്നായിരുന്നു. അത് പിന്നീടാണ് കേരള സ്കൂൾ കലോത്സവം എന്ന് മാറുന്നത്. ആ മാറിയത് ഏത് വർഷാന്നറിയോ? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് തരാം. 2009, 2020, 2010. 20 അല്ല, 2009. കറക്റ്റ്. 2009 കറക്റ്റ് ആൻസർ ആണ്. ഈ സ്വർണ്ണക്കപ്പ് എത്ര പവൻ ഉണ്ടെന്ന് അറിയോ? ഒരു 117 പവൻ സ്വർണ്ണക്കപ്പാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇതാരാ നിർമ്മിച്ചെന്നറിയോ? ഓപ്ഷൻസ് തരാം. ദാമോദരൻ നമ്പൂതിരി, ചിറങ്കേഴി ശ്രീകണ്ഠൻ നായർ, കപിൽ ദേവ്. ശ്രീകണ്ഠൻ. ഉറപ്പാണോ? കറക്കി കുത്തിയതാണോ? കറക്റ്റ് ആൻസർ ആണ്, ശ്രീകണ്ഠനാണ്. അപ്പൊ 3 ചോദ്യം ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല, അപ്പോഴേക്കും നിങ്ങൾ 2 ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ വർഷം ഏത് ജില്ലയായിരുന്നു ഈ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വേണം. കോഴിക്കോട്, തൃശ്ശൂര്, മലപ്പുറം. അല്ല, കോഴിക്കോട് അല്ല, തൃശ്ശൂര്. ഓക്കെ, സാരമില്ല, നിങ്ങൾ 2 ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടീം മീഡിയയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. അപ്പൊ ഇന്ന് നമ്മുടെ ഈ ചോദ്യോത്തര വേളയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് കുറച്ച് ടീച്ചേഴ്സ് ആണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ജ്യോതി, ബെൻസി, ശരണ്യ. ഏത് സ്കൂളിൽ നിന്ന് വരുന്നത്? LPS പെരുഞ്ചേരി. അപ്പൊ ഞാൻ കലോത്സവത്തിലൊക്കെ പോയി ശീലമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് വരുന്നതാണല്ലേ? അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഞാനത് ചോദിക്കാം. അതിൽ 3 2 ആൻസർ പറഞ്ഞാൽ നമ്മുടെ സമ്മാനം ഉണ്ട്. അറിയുന്ന വെച്ചാ പറയാം. ഓപ്ഷൻസ് തരാം. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏതായിരുന്നു? തൃശ്ശൂര്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ പേര് ആദ്യം യുവജനോത്സവം എന്നായിരുന്നല്ലോ, പിന്നീടാണ് ഇത് കേരള സ്കൂൾ കലോത്സവം എന്ന് പേര് മാറ്റി വരുന്നത്. ഏത് വർഷമായിരുന്നു യുവജനോത്സവം കേരള സ്കൂൾ കലോത്സവമായി മാറിയത്? അറിയില്ല. ഓപ്ഷൻസ് തരാം. 2008, 2010, 2009. 2008. 9 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി. ഈ കലാപ്രതിഭ, കലാതിലകം എന്നൊക്കെ കേട്ടുകയാണല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഈ കലാപ്രതിഭ പട്ടം കിട്ടിയത് നമ്മുടെ സിനിമയിലേക്കുള്ള ഒരു നടനാണ്. ആ നടൻ ഇപ്പോഴും ഉണ്ട്. അതാരാണെന്ന് പറയാൻ പറ്റുമോ? വിനീതാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമ്മുടെ ടീച്ചർമാരെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീം മീഡിയയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അനിത, സൂര്യ, ഷീബ, സിജി, ഗീതു. എന്താ എല്ലാവരും ചെയ്യുന്നേ?
ഞാൻ ചാലക്കുടിയിൽ ഒരു കളർ ലാബിൽ വർക്ക് ചെയ്യണു. ഹൗസ് വൈഫ്. ടൈലറാണ്. ടൈലറാണ്. അപ്പൊ എല്ലാരും കൂടി കലോത്സവം കാണാൻ വന്നായിരിക്കല്ലേ? മക്കള് മക്കള് പങ്കെടുക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മോഹിനിയാട്ടവും കഥകളി സംഗീതം ഒന്നും നമ്മുടെ ഒരു മത്സരമായിട്ട് ആദ്യം ഒന്നും ഈ കലോത്സവങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് വരുന്നത്. അത് ഏത് വർഷാന്നറിയോ? ഓപ്ഷൻസ് തരാം. 1970, 1975, 1974. 74 അല്ല അല്ല 75 കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കൊല്ലം സ്വർണ്ണക്കപ്പ് കിട്ടിയ ജില്ല ഏതായിരുന്നു? തൃശ്ശൂര്. അതെ, തൃശ്ശൂർക്കാരല്ലേ? തൃശ്ശൂർ ഇപ്പൊ കലോത്സവം നടക്കുമ്പോ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, വളരെ അഭിമാനമുണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ സ്വർണ്ണക്കപ്പ് എത്ര പവൻ വരും? അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഓപ്ഷൻസ് ഇല്ലേ? ഓപ്ഷൻസ് തരാം. 100 സംതിങ് ആണ്. ഓപ്ഷൻസ് തരാം. 100 പവൻ, 116 പവൻ, 117 പവൻ. 116. 116. അല്ല അല്ല 117 പവനാണ് നമ്മുടെ സ്വർണം വരുന്നത്. ഓക്കെ, എന്നാലും നമ്മുടെ ചോദ്യത്തിൽ 3 എണ്ണത്തിൽ 2 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.